സമീപകാല സംഭവവികാസങ്ങളെ മുൻനിർത്തിയാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വലിയൊരു വഴിത്തിരിവാകുമെന്നാണ് കരുതേണ്ടത്. റഷ്യ കാർഗിവിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി. അതേസമയം റഷ്യൻ നഗരമായ നോവോറോസിസ്കിൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ യുക്രൈൻ തിരിച്ചടിച്ചു. ഇതിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. റഷ്യ നിർദ്ദേശിച്ച 3 ദിവസത്തെ വെടിനിർത്തൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിരസിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. കാർഗിവിൽ നടന്ന റഷ്യയുടെ ആക്രമണം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ആക്രമണത്തെ തുടർന്ന് 50ഓളം പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകളിൽ വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമല്ലാതായി. സംഘർഷ സമയത്ത് സിവിലിയന്മാരുടെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ആക്രമണത്തെ തുടർന്നുണ്ടായത്. റഷ്യൻ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് റഷ്യൻ നഗരമായ നോവോറോസിസ്കിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. റഷ്യൻ ആക്രമണത്തിനെതിരെ തങ്ങളുടെ പ്രദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള തങ്ങളുടെ ആത്മവിശ്വാസം യുക്രൈന്റെ പ്രതികാരത്തിലൂടെ പ്രകടമാക്കുന്നു. റഷ്യയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും സമഗ്രമായ വെടിനിർത്തൽ കരാറിന്റെ ആവശ്യകതയെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യ നിർദ്ദേശിച്ച 3 ദിവസത്തെ വെടിനിർത്തൽ നിരസിച്ചു. സെലൻസ്കിയുടെ തീരുമാനം സംഘർഷത്തിന് ആക്കം കൂട്ടുകയും സമാധാനം കൈവരിക്കുന്നതിലെ വെല്ലുവിളികളും എടുത്തു കാണിക്കുന്നു. സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തീവ്രമായ സൈനിക നടപടികളിലാണ് ഇരുപക്ഷവും ഏർപ്പെട്ടിരിക്കുന്നത്. സംഘർഷത്തെ തുടർന്ന് നിരന്തരമായി നിരവധി പേരുടെ കുടിയിറക്കത്തിനും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇടയാക്കി. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ എല്ലാ സംഘർഷങ്ങൾക്കും സമാധാനപരമായ പരിഹാരം ആവശ്യപ്പെടുന്നു. ക്രമവും കുടിയിറക്കവും മൂലം നിരവധി ആളുകൾ ദുരിതമനുഭവിക്കുന്നു. ഭക്ഷണം, പാർപ്പിടം, വൈദ്യസഹായം എന്നിവയുൾപ്പെടെ ദുരിതബാധിതർക്ക് മാനുഷിക സഹായം നൽകാൻ അന്താരാഷ്ട്ര സമൂഹം പ്രവർത്തിക്കുന്നു. സമാധാനപരമായ പരിഹാരത്തിനും മാനുഷിക ശ്രമങ്ങൾക്കും പിന്തുണ നൽകുന്നതിനുള്ള ആഹ്വാനങ്ങളോടെ അന്താരാഷ്ട്ര സമൂഹം സംഘർഷത്തോട് പ്രതികരിച്ചു. പല രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ സങ്കീർണമായി തന്നെ തുടരുന്നു. ശാശ്വത സമാധാനം ഇതുവരെ കൈവരിക്കാനായിട്ടില്ല. റഷ്യ യുക്രൈൻ സംഘർഷം ഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഉടനടി പരിഹാരം കാണേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം അഭിപ്രായപ്പെട്ടു. സംഘർഷത്തെ തുടർന്നുണ്ടായ സമീപകാല സംഭവങ്ങളെല്ലാം സമാധാനപരമായ പരിഹാരങ്ങളുടെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.